എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് ഇപ്പോൾ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 തന്നെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലെ ഇംഗ്ലീഷ് പാർട്ടാണ് നമ്മൾ പറയുന്നത്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. ഈസ് ആണ് വരിക. കാരണം എന്താണ്? വൺ ഓഫ് ദ ബോയ്സ് ആണ്. ബോയ്സ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് 6 വെക്കണം എന്ന് വിചാരിക്കാം. പക്ഷെ വൺ ഓഫ് ദ ബോയ്, ഒരാളെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വെക്കണം? ഈസ് വെക്കണം കേട്ടോ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം എ പോലീസ്മാൻ. എങ്ങനെയാണ് നമ്മൾ അതിന്റെ ടാഗ് ഉണ്ടാക്കുക? ഐ ആം എ പോലീസ്മാൻ എന്ന് പറഞ്ഞാൽ അതൊരു എന്ത് സെന്റൻസ് ആണ്? പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ടാഗ് എന്ത് വരും? നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ ആം ആണ് വന്നിരിക്കുന്നത്. ആമിൻഡ് എന്ന് പറയില്ല, ആമിൻഡ് എന്ന് പറയില്ല, ആറിൻഡ് എന്നുള്ളതാണ് പറയുക. അപ്പൊ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അവര് ആം ഐ എന്ന് തന്നുണ്ട് അല്ലെ, പക്ഷെ നമുക്ക് ആമിൻഡ് എന്ന് പറയില്ല, അതുകൊണ്ട് ആറിൻഡ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. എന്താണ് ആൻസർ? സ്റ്റോപ്ഡ്. ഇറ്റ്സ് എ ഹൈ ടൈം യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു സ്റ്റാർട്ട് ഏർലി. നിങ്ങൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ യു ഡാഷ് റീച്ച് ഇൻ ടൈം. അപ്പൊ എന്താണ് പറയാ? യു വിൽ റീച്ച് ഇൻ ടൈം. നിങ്ങൾ അവിടെ ടൈമിൽ എത്തും എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ, നിങ്ങൾ നേരത്തെ പോവാൻ തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് സമയത്ത് എത്തുമായിരുന്നു. യു വിൽ റീച്ച് ഇൻ ടൈം. നിങ്ങൾ എത്തും എന്നുള്ളതാണ്. ലെറ്റ്സ് നോട്ട് ഈൽഡ് ഡാഷ് ടെംപ്റ്റേഷൻ. അപ്പൊ എന്താണ്? ലെറ്റ്സ് നോട്ട് ഈൽഡ് എന്താണ് വരിക? ടു ടെംപ്റ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All the assignments should be submitted on time. They will not be evaluated. അപ്പൊ എന്താണ്? അതർവൈസ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ they will not be evaluated അല്ലെ? അപ്പൊ അതർവൈസ് എന്നുള്ളതാണ് പറയാ. You had better dash that music down before your dad gets angry. You had better turn that music down before your dad gets angry. Next question endana? She takes after her father. The phrasal verb takes after in the given sentence means endana? Resembles ennulla arthana ട്ടോ. Takes after ennulladine resembles ennulla arthana. Next question. I write dash every day. I write ഡയറി. ഡയറിയുടെ സ്പെല്ലിംഗ് എന്താണ്? DIARY. DIARY ഡയറി ആണ് അവിടെ എഴുതേണ്ടത്. ഐ റൈറ്റ് ഡയറി എവറി ഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിനോണിം ഫോർ സീസ് ഈസ്. സീസിന്റെ സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥമാണ് കേട്ടോ. സിനോണിം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. സീസിന്റെ അർത്ഥം എന്താണ്? സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത് എന്താണ്? പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സാന്നിധ്യം. പ്രസൻസ് ഓഫ് സൈൻസ്, പ്രസൻസ് ഓഫ് മൈൻഡ്. ഇനി ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകൾ ജാനകി അല്ലെ? ജനകന്റെ മകൾ ജാനകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്ത്? അരയും തലയും മുറുക്കിയിട്ട് അവൻ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറയും അല്ലെ? എന്താണ്? തയ്യാറാവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനൊക്കെ നമ്മൾ തയ്യാറാവില്ലേ? അതിനൊക്കെയാണ് ഈ അരയും തലയും മുറുക്കിയിട്ട് അവള് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ തയ്യാറാവുക എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം ഏത്? യഥേഷ്ടം എന്ന് എങ്ങനെ എഴുതുക? എ ആണ് കേട്ടോ ഓപ്ഷൻ ശരി. താഴെ പറയുന്നവയിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത്? അനിലൻ, മാരുതൻ, തെന്നൽ, പവനൻ ഒക്കെ എന്താണ്? കാറ്റാണ്. അനലൻ എന്ന് പറഞ്ഞ എന്താണ്? തീയാണ് കേട്ടോ.
അപ്പൊ ഏതാണ് ഓപ്ഷൻ ബി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് അനലൻ. അനലൻ തീയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക. സത്ത് പ്ലസ് ജനം. സത്ത് പ്ലസ് ജനം സജ്ജനം. അപ്പൊ ഏതാണ്? ഡി എന്നുള്ളതാണ്. വിപരീതം എഴുതുക. ഉഗ്രം. ഉഗ്രം വിപരീതം ശാന്തം. നെക്സ്റ്റ് പിരിച്ചെഴുതുക. നെന്മണി. നെൽ പ്ലസ് മണി നെന്മണി. നെൽ പ്ലസ് മണി നെന്മണി എന്നല്ല, നെൽ പ്ലസ് മണി നെന്മണി. ഇതില് കറക്റ്റ് ആൻസർ പക്ഷെ അവര് എ ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നും കൂടി നോക്കണം. നെൽ പ്ലസ് മണിയാണ് നെന്മണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലുകൾ 2 തവണ കഴുകി. അടിവരയിട്ട പദമേത്? ആൻസർ എന്താണ്? അലിംഗ ബഹുവചനം. കാലുകൾ എന്നുള്ളത് അലിംഗ ബഹുവചനം. സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ, ലേഖിക. അതേപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് കവിയും കവയിത്രിയും. കവിയുടെ സ്ത്രീലിംഗമാണ് കവയിത്രി. കവയിത്രിയാണ് കേട്ടോ. ലേഖകൻ, ലേഖിക. നെക്സ്റ്റ്, ഇവയിൽ ഏതാണ്? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇംഗ്ലീഷും മലയാളവും ആയിട്ടുള്ള ചോദ്യങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.